ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീമിനെ പറ്റി. അതായത് നോ അവർ ഒപ്പോണൻസ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യ കളിക്കാൻ പോകുന്ന ടീമുകളെക്കുറിച്ച് ആ ഒരു മത്സരത്തിന് 2 ദിവസം മുന്നേ ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ AFC ഏഷ്യൻ കപ്പ് ഒരു ടൂർണമെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കളിക്കാൻ പോകുന്ന 3 ഒപ്പോണൻസിനെ പറ്റി നേരത്തെ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കൂടുതലുണ്ട് മത്സരം ഒക്കെ ആരംഭിക്കാൻ. അപ്പം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എനിവേ, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് വരുന്നൊരു സമയത്ത് ഫിഫ റാങ്കിങ്ങിൽ 25ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളെ സമീപകാലത്ത് കളിച്ചതിൽ ഏറ്റവും ഉയർന്ന റാങ്കിനുള്ള ടീമെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അറിയാലോ, സ്ഥിരമായിട്ടൊക്കെ വേൾഡ് കപ്പൊക്കെ കളിക്കുന്ന ഒരു ശക്തരായിട്ടുള്ള ടീം തന്നെയാണ് ഓസ്ട്രേലിയ. സോക്കറൂസ് എന്നാണ് ഓസ്ട്രേലിയ വിളിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യക്കാർ ഫേക്ക് ഏഷ്യൻസ് എന്നും വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലിറ്ററലി ഏഷ്യക്കാരല്ലല്ലോ, അവർ ഓഷ്യാനയിലുള്ളവരാണ്. അവർ 2006 മുതലാണ് ഏഷ്യയിൽ കളിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ പല ഏഷ്യൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഏഷ്യൻ ആരാധകർക്കും ഇഷ്ടമല്ലാത്തൊരു രാജ്യമാണ് എന്നുള്ളതാണ്. കാരണം ഒരു സ്ലോട്ട് പലപ്പോഴും വേൾഡ് കപ്പിൽ ഇവർ സ്ഥിരമായിട്ട് കളിക്കുന്നതുകൊണ്ട് അങ്ങ് പോവല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഗ്രഹാം അർണോൾഡ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയയുടെ തന്നെ ഒരു ലെജൻഡറി ഫുട്ബോളറായിരുന്നു അദ്ദേഹമാണ് 2018 മുതൽ അവരുടെ ഒരു പരിശീലക സ്ഥാനത്തുള്ളത്. അദ്ദേഹം മുമ്പ് ഓസ്ട്രേലിയയുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് 2000 മുതൽ 2006 വരെ ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷം 2006-2007 കാലഘട്ടത്തിൽ ഒരു കെയർ ടേക്കർ കോച്ചായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം A ലീഗിൽ തന്നെ ഡിഫറൻറ്റ് ക്ലബ്സിലൊക്കെ കളിപ്പിച്ചു. A ലീഗ് ചാമ്പ്യൻഷിപ്പൊക്കെ അടക്കം നേടിക്കൊടുത്തിട്ടുള്ളൊരു പരിശീലനമാണ്. പിന്നീട് 2018 മുതലാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഓസ്ട്രേലിയൻ ടീം കളിക്കാനായിട്ട് തുടങ്ങുന്നത്. എനിവേ, മറ്റൊരു പ്രത്യേകത ഈ ഒരു കോച്ചിങ് സ്റ്റാഫിലുണ്ട്. റെനെ മൂലൻസ്റ്റീൻ ആണ് ഇവരുടെ സഹ പരിശീലകന്മാരിൽ ഒരാൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ റെനയെ അറിയാമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമാണ് 2017 സൈൻ ചെയ്തതാണ്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സാക്കി എന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അദ്ദേഹം വന്നപ്പോൾ അറിയാലോ, ഭയങ്കര വലിയ ബിൽഡപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോച്ചാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അലക്സ് ഫെർഗൂസൻ്റെ വലം കൈ എന്നുള്ള നിലയിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവിടെ നിന്നാണ് KBSയിൽ എത്തിയത്. പക്ഷേ നമുക്കറിയാം പിന്നീട് സംഭവിച്ചത് എന്താണെന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയൻ ദേശീയ ടീമിനോടൊപ്പം സഹപരിശീലനമായിട്ട് വർക്ക് ചെയ്യാം. ഈ ഓസ്ട്രേലിയയുടെ കോമ്പറ്റീറ്റീവ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് 2006 മുതലുള്ള എല്ലാ വേൾഡ് കപ്പിലും അവർ കളിച്ചിട്ടുണ്ട്. ആ സമയത്താണല്ലോ അവർ ഏഷ്യയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ AFCയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ വേൾഡ് കപ്പും കളിച്ചിട്ടുണ്ട്. 2006-ലും ഈ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലും റൗണ്ട് ഓഫ് 16 കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ റൗണ്ട് ഓഫ് 16 അർജന്റീന ചാമ്പ്യൻ ടീമിനോട് തോറ്റിട്ടാണ് പുറത്താകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിൽ 2007 മുതലുള്ള ഏഷ്യൻ കപ്പിൽ അവർ നിറ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. ഒരു തവണ ചാമ്പ്യൻസുമായിട്ടുണ്ട് 2015-ൽ, 2011-ൽ റണ്ണേഴ്സപ്പുമായിരുന്നു. കഴിഞ്ഞ തവണ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്താകുകയായിരുന്നു. ഇനി ഓസ്ട്രേലിയയുടെ കഴിഞ്ഞ വർഷത്തെ മത്സരങ്ങൾ നോക്കുമ്പോൾ നല്ല കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചു, നല്ല റിസൾട്ട് അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2023 റിസൾട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇക്വഡോറിനെതിരെ കളിച്ചിരുന്നു. 3-1 ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. അതിനുശേഷം ഇക്വഡോറിനെ തന്നെ 2-1 തോൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അർജന്റീനയ്ക്കെതിരെ ഒരു സൗഹൃദ മത്സരം 2-0 പരാജയപ്പെട്ടിരുന്നു. മെക്സിക്കോയ്ക്കെതിരെ 2-2 ഡ്രോ സ്വന്തമാക്കാൻ സാധിച്ചു. അതിനുശേഷം കളിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ്. 1-0 മാത്രമാണ് ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ്. പിന്നീട് ന്യൂസിലൻഡിനെതിരെ 2-0 വിജയിച്ചിരുന്നു. ബംഗ്ലാദേശിനെതിരെ കളിച്ചിരുന്നു. നമ്മുടെ അയൽക്കാരാണ്. 7-0 ബംഗ്ലാദേശിനെ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ തന്നെ ബംഗ്ലാദേശിനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സാണ്. പലസ്തീനെതിരെ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ കളിച്ചിരുന്നു. 1-0 എന്ന് പറയുന്ന ഒരു സ്കോറിലാണ് അവർ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഒരു നല്ല കടുത്ത എതിരാളികൾക്കെതിരെ കളിച്ച് അതിൽ പലതും നല്ല റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിലും ഏഷ്യക്കപ്പിന് മുമ്പ് അവർ ബഹ്റൈനെതിരെ കൂടി ഒരു മത്സരം കളിക്കാനായിട്ട് പോവുകയാണ്. ഇനി അവരുടെ കീ പ്ലേയേഴ്സിലേക്ക് കടക്കുന്ന സമയത്ത് മാത്യു റയാൻ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ ഒരു പ്രധാനപ്പെട്ട താരമാണ്. AZ അൽക്കമാർ എന്ന് പറയുന്ന ക്ലബ്ബിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഇപ്പം ഡച്ച് ടോപ്പ് ഡിവിഷനാണ്. അവിടുത്തെ നമ്പർ 1 ഗോൾ കീപ്പറായിട്ടാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ അവരുടെ ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഈ ഒരു ഏഷ്യൻ കപ്പിൻ്റെ സ്കോഡിലുള്ള ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. ഹാരി സൗട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരമാണ്. 25 വയസ്സ് മാത്രമേ ഉള്ള ഒരു യങ് പ്ലെയറാണ് അദ്ദേഹം. സെൽട്ടിക്കിൻ്റെയൊക്കെ അക്കാഡമിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള താരമാണ്. സ്കോട്ട്ലൻഡിൽ ജനിച്ച താരമാണ്. പിന്നീടാണ് ഓസ്ട്രേലിയൻ ഇതൊക്കെ എടുത്ത് വരുന്നത്. നിലവിൽ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ലെസ്റ്റർ സിറ്റിയിലാണ് താരം കളിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഞാൻ നോക്കിയ സമയത്ത് 6 അടി 6 ഇഞ്ചാണ്. അതായത് അദ്ദേഹം സെൻട്രൽ ബാക്കായിട്ട് നിൽക്കുന്ന ഡിഫൻസിൽ നമ്മുടെ താരങ്ങൾ മിക്കവാറും കങ്കാരുവിനെയൊക്കെ, ഓസ്ട്രേലിയക്കാരെന്ന് പറഞ്ഞാൽ കങ്കാരുക്കളാണല്ലോ, അവർ പോക്കറ്റിലാക്കുന്ന പോലെ ആക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അടുത്തത് ഗ്രേഗ് ഗുഡ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരു താരമാണ്. ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള താരമാണ്. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. നിലവിൽ താരം അൽ വഹദ എന്ന് പറയുന്ന സൗദി പ്രോ ലീഗിൽ ഉള്ള ക്ലബ്ബിലാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അഡ്ലൈഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന
എ ലീഗ് ക്ലബിലൊരു ലെജൻഡറി സ്റ്റാറ്റസ് ഒക്കെ ഉള്ളൊരു പ്ലെയറാണ്. 3 തവണ അവിടുത്തെ ബെസ്റ്റ് പ്ലെയറായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ്. അങ്ങനെ കുറേ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ഒരു എ ലീഗിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ പറഞ്ഞ പോലെ ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ് എന്നൊക്കെ ഇപ്പം വിശേഷിപ്പിക്കുന്ന സൗദി പ്രോ ലീഗിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇനിയും കുറച്ചധികം താരങ്ങളുണ്ട്. പിന്നെ അവർക്ക് പ്രധാനപ്പെട്ട ഇപ്പം മക്ലാറൻ എന്ന് പറയുന്ന അവരുടെ മുന്നേറ്റ താരം, അദ്ദേഹത്തിന് എന്തോ ഒരു ഇഞ്ചുറി കാരണം കളിക്കുന്നില്ല. അവർ ഇപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു. അതുപോലെ ജേസൺ കമ്മിൻസ് കഴിഞ്ഞ് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയുടെ ഭാഗമായിരുന്ന താരമാണ്. പക്ഷേ ഈ ഒരു ഏഷ്യൻ കപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. മോഹൻ ബഗാൽ അങ്ങനെ അത്രമേൽ ഗോളുകളൊന്നും സ്കോർ ചെയ്യാത്തതായിരിക്കാം ഒരു പക്ഷേ ഒരു കാരണം. ഈ ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ 8 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 5 മത്സരങ്ങളും ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. 2 മത്സരങ്ങൾ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. 1 മത്സരം സമനിലയിലും പിരിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കളിച്ചത് 2011 ഏഷ്യൻ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ്. അതിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 4-0 എന്ന സ്കോറിലാണ് പരാജയപ്പെടുന്നത്. ഇന്ത്യ അവസാനമായിട്ട് ഓസ്ട്രേലിയക്കെതിരെ വിജയിച്ചത് 1956 നടന്നിട്ടുള്ളൊരു മത്സരമാണ്. അതായത് 68 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മത്സരം. 7-1 എന്ന് പറയുന്നൊരു ഹ്യൂമിലിയേഷൻ തന്നെ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ അന്ന് നടത്തിയിരുന്നു. അതുപോലെ 1938 4-1 എന്ന് പറഞ്ഞൊരു സ്കോർ വിജയിച്ചിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 85 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അറിയാലോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഏഷ്യയിലെ തന്നെ ടോപ്പ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നുള്ളത്. ഏതായാലും കടുത്ത മത്സരം തന്നെ ആയിരിക്കും, കടുത്ത എതിരാളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെയാണ് ഓസ്ട്രേലിയയെ പറ്റി നമുക്ക് ഒരു നോ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ പറയാനുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമൻസ് ചെയ്യാൻ പറ്റുക കാണിക്കാനാണ് ഷാൻ സൈനിങ് ഓഫ്.